ബിഗ് ബോസ് മലയാളം സീസൺ 7 കോമണർ ഓഡീഷന് വേണ്ടി മൈജി ഫ്യൂച്ചറിൽ എല്ലാവരും പോയി തുടങ്ങാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ കുറച്ച് ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ ട്രിക്കൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സീസൺ 7 ഫസ്റ്റ് ഘട്ടം ഓഡീഷൻ നിങ്ങൾ പാസ് ചെയ്യുകയും മുന്നോട്ടുള്ള ഓഡീഷനിലേക്ക് പോകാനായിട്ട് അതൊരു വഴിയുമായിരിക്കും. ഇത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ പോകുന്ന സാധനങ്ങളാണോ എന്ന്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട് ആവാനുള്ള സാധ്യത 95%. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട് ആവും. സീസൺ 7 കോമണർ നിങ്ങളാവണോ എങ്കിൽ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യ്, പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ടുപോവാ, യുണീക്നെസ് കൊണ്ടുപോവാ. നിങ്ങൾ ഉറപ്പായിട്ടും സീസൺ 7 കോമണർ ഓഡീഷനിൽ മുന്നോട്ട് പോയിരിക്കും. എന്താണെന്ന് അറിയണ്ടേ? ട്രിക്കുകൾ പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ട്രിക്കിന് മുന്നേ പറയാനുള്ളത്, മൈജി ഫ്യൂച്ചറിൽ മാത്രമേ ഇപ്പോൾ ഇത് ഉള്ളൂ, കോമണറിന്റെ ഒരു ഇൻട്രോ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് മൈജിയിലാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ ആ ഡിസ്ട്രിക്റ്റിൽ മൊത്തം എത്ര മൈജി ഉണ്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള മൈജിയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഫോൺ നമ്പേഴ്സ്, എല്ലാ മൈജിയുടെ ഫോൺ നമ്പേഴ്സും ഉണ്ട്, ഗൂഗിളിൽ വിളിച്ച് ചോദിക്കുക. ബിഗ് ബോസിന്റെ ഓഡീഷന് വേണ്ടിയിട്ടുള്ള ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അവിടെ സൗകര്യം ഉണ്ടോ, അവിടെ ഉണ്ടോ, ഈ സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പോവുക. ഇല്ലെങ്കിൽ നമ്മുടെ സമയവും നഷ്ടം, നമ്മുടെ ദിവസവും പോകും, നമ്മൾ മൂഡ് ഓഫ് ആവും. അതാണ് മെയിൻ, മൂഡ് ഓഫ് ആവും. അപ്പോൾ അതുകൊണ്ട് വിളിച്ച് തിരക്കിയിട്ട് പോവാം. മൈജി ഫ്യൂച്ചറിലേ ഉള്ളൂ എന്നൊക്കെയാണ് കുറേ ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. കുറേ മൈജി ഫ്യൂച്ചറിൽ മാത്രമേ ഉള്ളൂ, മൈജിയിലൊന്നും ഇല്ല എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിളിച്ച് തിരക്കി തന്നെ പോവാം. ഇനി നമ്മൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനൊരു സാമാന്യ ബോധം നമുക്കുണ്ടായിരിക്കണം. അപ്പം തോന്നും കണക്ക് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. കോമണർ ഓഡീഷന് നിങ്ങളുടെ കയ്യിലുള്ളത് 3 മിനിറ്റ് മാത്രമാണ്. ആ വീഡിയോയിൽ 3 മിനിറ്റാണ് മാക്സിമം. ഈ 3 മിനിറ്റിൽ നിങ്ങൾ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. കണ്ടിപ്പാ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ആയിരുന്നേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ആ വീഡിയോ ഒക്കെ കുറേ പേര് ചോദിക്കുന്നതാണ്, നമ്മളെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരാണ്, എന്താണ്, പഠിത്തം, ജോലി, കുടുംബം, അച്ചീവ്മെന്റ്സ്, ഈ 6 കാര്യങ്ങൾ പറഞ്ഞാൽ മതി, തീർന്നു. പിന്നെ അതിൽ കയറി വിശദീകരിക്കാൻ പോകുക. എൻ്റെ കുടുംബം, എനിക്ക് ചേട്ടനുണ്ട്, അനിയനുണ്ട്, ചേട്ടൻ അവിടെ ജോലി ചെയ്യുന്നു, അനിയൻ ഇവിടെ ജോലി ചെയ്യുന്നു, അനിയത്തി പഠിക്കുന്നു, ഇതൊന്നും ചെയ്യാൻ പോകരുത്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ അൻസിഫ്, ഞാൻ ഇതുപോലെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നു, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ ഫാമിലിയുടെ എക്സ്റ്റൻഡ് ഫാമിലിയാണ്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേട്ടനുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. അപ്പം കറൻലി എനിക്കിപ്പം ഞാൻ കുറേ ഫേക്ക് സാധനം പറയണേ, എനിക്ക് അവിടെ ഞാൻ ഇത്ര ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ്, അവിടെ എന്താ പറയുക, എനിക്ക് ഇത്ര റാങ്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പഠിത്തം കഴിയും. അപ്പം ഇങ്ങനെ വളരെ ക്രിസ്പായിട്ട് ഈ സാധനം ഒതുക്കുക, ഇങ്ങനെ തീർക്കുക. ഇതിനെ വലിച്ച് നീട്ടിക്കൊണ്ടിരിക്കരുത്. പേഴ്സണൽ ലൈഫാണ് ആദ്യം പറയേണ്ട സാധനം. സെൽഫ് ഇൻട്രോൾ, നമ്മുടെ പേര്, നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ ജോലി അല്ലെങ്കിൽ പഠിത്തം, നമ്മുടെ ഫാമിലി, തീർന്നു, ഫിനിഷ്. അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഫിനിഷ്. ഇനി ദെൻ പറയാനുള്ള കാര്യം, എന്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. കുറേ പേര് പറയാൻ പോകുന്നത്, എനിക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കുറേ പേര് എനിക്കിത് ആഗ്രഹമാണ്, എനിക്ക് ആഗ്രഹം, എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ്, ഞാൻ ബിഗ് ബോസിന്റെ വലിയ ഫാനാണ്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് അവിടെ പറയാനുള്ളത് അത് വളരെ ഒരു 1, 2, 3 ഡയലോഗിൽ നിങ്ങൾക്കത് പറയാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ഭയങ്കര ഒരു ഡ്രീമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ബിഗ് ബോസ് കാണുമ്പോൾ, ഇതിനകത്തുള്ളവർ എങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ റിയൽ ആണോ, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നവരുടെ കാര്യമാണിത്. ചിലപ്പോൾ എനിക്ക് ആ ഗെയിം കളിക്കാൻ എനിക്കറിയാം, ഐ നോ ഹൗ ടു പ്ലേ ദ ഗെയിം, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അയ്യോ എനിക്ക് ആഗ്രഹമാണ്, എനിക്ക് ഭ്രാന്താണ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി. അപ്പം പല രീതിയിലുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യന് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസ് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് അതും ഒരു 5 സെന്റൻസിൽ പറയുക. അടുത്ത് 3ാമത്തെ കാര്യം, ബിഗ് ബോസ് ഷോയിലൂടെ നിങ്ങൾ എന്താണ് ജനങ്ങളിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്റ്റ്. മനസ്സിലായോ? അവിടെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഗെയിം അറിയാം, ഗെയിം കളിക്കാനാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള ഡയലോഗ് പറയേ ചെയ്യരുത്. പഴയ സീസണുമായിട്ട് ആരെയും കമ്പയറും ചെയ്യരുത്. കാരണം ബിഗ് ബോസ് ഗെയിം ഷോ ആണെന്ന് നമ്മൾ റിവ്യൂവേഴ്സ് പറയും, പക്ഷേ ബിഗ് ബോസ് നമ്മുടെ തന്നെ ഒരു പ്രതിബിംബമാണ്, നമ്മുടെ തന്നെ ഒരു പ്രതിച്ഛായയാണ്, അത് റിയാലിറ്റിയാണ്. നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗ് ബോസിൽ പോകുന്നത്. ആ പോയിന്റ് ഓർത്ത് വെക്കുക. അല്ലാതെ ഗെയിം കളിക്കാനല്ല, ആ വേർഡേ പറയരുത്. ഗെയിം കളിക്കാനല്ല,
നമുക്ക് ഗെയിം നമ്മുടെ മൈൻഡിലുണ്ട്, ഓക്കെ ഫൈൻ, ഗെയിം കളിക്കണം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെയാണ് ഷോയിലൂടെ കൊടുക്കാൻ വന്നത്, ഞാൻ എൻ്റർടൈൻ ചെയ്യിക്കും, ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് മിമിക്രിയുടെ കഴിവുണ്ട്, എനിക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രാങ്ക് ചെയ്യാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ഭയങ്കര ജോളിയായിട്ട് നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. അപ്പം എന്ത് സാധനമാണ് നിങ്ങളുടെ ക്യാരക്ടറിലൂടെ നിങ്ങൾ പുറത്തേക്ക് പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിനൊരു ഐഡിയ കൊടുക്കുക. ദെൻ അടുത്ത് കഴിഞ്ഞു പോയ സീസണിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതായത് ഇപ്പം അത് എല്ലാ സീസണെ വെച്ച് പറയണം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ്, എന്തുകൊണ്ട്? ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ബിഗ് ബോസ് സീസൺ 1 ആണ്. ബിക്കോസ് എല്ലാവരും ഒറിജിനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബിഗ് ബോസ് കാണുമ്പോൾ അവരുടെ ഭയങ്കര ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് നമുക്ക് വരും, നമുക്ക് വേഗം മനസ്സിലാവും, അതിനുള്ളിൽ ആർക്കും ഗെയിം ഉണ്ടായില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് സീസണാണോ ഫേവറേറ്റ് അതിനെക്കുറിച്ച് ഒരു 2 സെന്റൻസ്, കൂടുതൽ പറയേണ്ട 2 സെന്റൻസ്. ഇനി അടുത്ത് നിങ്ങൾ ഈ ഇൻട്രോ വീഡിയോ പോയി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഗോപിക, റസ്മിൻ, നിഷാന, നന്ദന ഈ 4 പേരുടെ ഇൻട്രോ വീഡിയോസും പോയി ഹോട്ട്സ്റ്റാറിലുണ്ട്. ആ എപ്പിസോഡ് എടുത്ത് കാണണം. എന്ത് ഇൻട്രോ വീഡിയോ ആണെന്ന് അറിയാമോ? ഇവരുടെ പ്രൊഫൈലില്ലേ, പ്രൊഫൈൽ ഫസ്റ്റ് ഡേ ഇവർ സ്റ്റേജിലേക്ക് കയറാൻ സമയം ഒരു പ്രൊഫൈൽ കാണിക്കുമല്ലോ, ഈ സാധനം കാണണം. അതിനകത്ത് അവരൊക്കെ എങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത്? എൻ്റെ പേര് ഗോപിക, ഞാനിങ്ങനെ എയർടെലിൻ്റെ കോമണർ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതേപോലെ ആ 4 പാറ്റേൺ നോക്കിയിട്ട് അതേ പാറ്റേണിൽ തന്നെ അത്ര ഹാപ്പി ആയിട്ട് പറയുക. മീൻസ് അവരതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കുക. അത് ഓഡീഷൻ അല്ല, അത് പ്രൊഫൈലാണ്. ആ പ്രൊഫൈലിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് വേണം നിങ്ങളുടെ രീതിയിൽ, നിങ്ങളുടെ സ്റ്റൈൽ എന്താണോ, നിങ്ങളുടെ ക്യാരക്ടർ എന്താണ് അതിനനുസരിച്ച് പറയണം. മീൻസ് ഇപ്പം അതിനകത്ത് ഗോപിയെ കുറേ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് അപ്പോൾ അവർ പറയണം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഞാൻ പെട്ടെന്ന് കൂട്ടാവുന്ന ആളാണ്, ഞാൻ പെട്ടെന്ന് ഫൺ ആവുന്ന ആളാണ്. അപ്പം ആ ഒരു പോയിന്റിൽ നിങ്ങൾ എന്താണോ അത് റീപ്ലേസ് ചെയ്ത് നിങ്ങളുടെ പോയിന്റ് ഇട്ട് പറയുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ സാധനം നിങ്ങൾ പറയണം. നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ വിശദമാക്കണം. ആ വീഡിയോയ്ക്ക് അത് ക്യാരക്ടർ വിശദമാക്കാതെ ഒരു പരിപാടി നടക്കൂല. ക്യാരക്ടർ മീൻസ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്, ഞാൻ എന്തെങ്കിലും കഴിഞ്ഞ നേരം പൊട്ടും, പക്ഷെ അതുപോലെ തന്നെ ഞാൻ അങ്ങ് നോർമലി ഓക്കെ ആവുകയും ചെയ്യും. അപ്പം ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാരക്ടർ വ്യക്തമാക്കാം. ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുക, പ്ലസന്റ് ആയിട്ട് പറയുക. നമ്മൾ ബിഗ് ബോസ് കഴിഞ്ഞ് ബിഗ് ബോസിലേക്ക് സെലക്ട് ആയതിനു ശേഷമാണ് ഈ പ്രൊഫൈൽ ഷൂട്ടിന് വേണ്ടി നമ്മുടെ വീട്ടിലേക്കൊക്കെ ഏഷ്യാനെറ്റിന്റെ ടീമൊക്കെ വരുന്നത്. അപ്പം നമ്മളെങ്ങനെ ഭയങ്കര കൂളായിട്ട് ഇതാണ് എൻ്റെ ഫാമിലി, ഇതാണ് എൻ്റെ വീട്ടുകാർ, ഇതാണ് എൻ്റെ അനിയൻ, ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, എനിക്ക് അറിഞ്ഞുകൂടെ ബിഗ് ബോസ് വരാം. അപ്പം അതേ ഹാപ്പിനെസ്സോടുകൂടി പറയുക. അല്ലാതെ ഇന്റർവ്യൂവിന് പോയിരിക്കും പോലെ കോട്ട് സൂട്ടൊന്നും ഇട്ട് കയറി പോകരുത്. ഇപ്പൊ ഞാൻ നോർമലി ഒരു ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്, ഇതിന് ഭയങ്കര അലങ്കാരം എന്നുള്ള ഒരു ഡ്രസ്സൊന്നുമല്ല. ഇതുപോലെ ഒരു സിമ്പിൾ ഡ്രസ്സ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പോവുക. വളരെ സിമ്പിൾ. ഡ്രസ്സ് ഇതിനകത്ത് മാറ്റർ ഉള്ള ഒരു കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടും സ്യൂട്ടും ഇട്ട് പോകണ്ട. അതേ എനിക്ക് പറയാനുള്ള സജഷൻ. വേറെ എന്ത് ഡ്രസ്സ് ഇട്ടാണോ നിങ്ങൾ പോയിട്ട് നോർമലായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് നിങ്ങൾ സംസാരിക്കുക, പറയുക. നിങ്ങളുടെ ഓപ്പോസിറ്റ് എന്ന് ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടീം ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ എന്തൊക്കെയാണോ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഒരു പ്രസംഗത്തിൽ സംസാരിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഒരു 3-4 പേപ്പർ എഴുതും എന്താണ് പറയാൻ പോകുന്നത്, എന്നിട്ട് എന്ത് ചെയ്യും, പഠിക്കും. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ വാട്സാപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നോട്ട് പാഡ് ഉണ്ടല്ലോ, ബുക്കും പേപ്പറും ഉണ്ടല്ലോ, എഴുതിയെടുക്കുക. എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? ഞാൻ അൻസിഫ്, എനിക്ക് 21 വയസ്സായി, ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നു, ഞാൻ ഇതൊക്കെ ഇപ്പം പഠിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതിയെടുക്കുക. എന്താ ഞാൻ എഴുതിയെടുക്കാൻ എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ, ഇത് എഴുതിയെടുക്കുക മാത്രമല്ല, ഇത് എഴുതിയെടുത്തിട്ട് പലതവണ പ്രാക്ടീസ് ചെയ്യുക. പലതവണ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ തന്നെ ആദ്യം നിങ്ങളെ വീട്ടിൽ ഇരുന്ന് ഒരു 3-4 തവണ ഫോണിൽ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് നോക്കുക. ഷൂട്ട് ചെയ്തിട്ട് ഓരോ തവണ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് കണ്ടു നോക്കുക, ഓക്കെ ആണോ എന്ന്. അപ്പം ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നില്ലേ, മനസ്സിലായില്ലേ? അപ്പം അതുപോലെ തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടു നോക്കുക. ഇപ്പം ഞാൻ എന്ത് ഹാപ്പി ആയിട്ടാ, എന്ത് ജോളി ആയിട്ടാ, പ്ലസന്റ് ആയിട്ടാ ചെയ്യുന്ന വീഡിയോസൊക്കെ. കാരണം എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഹാപ്പിനെസ് ഇല്ലേ, ഈ ഹാപ്പിനെസ് നിങ്ങളുടെ ഉള്ളിലും വേണം. മനസ്സിലായോ? എൻ്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അയ്യോ ഇപ്പൊ വന്ന ആളാ, പുതിയ ആളാ, ഇപ്പൊ കണ്ടോ കുറെ കൂടി നമ്മൾ സംസാരിച്ച് ഓക്കെ ആയില്ലേ? അതുപോലെ തന്നെ എന്നെ കാണാൻ ഇപ്പം എനിക്ക് നിങ്ങളുടെ ആരുടെയും മുഖം അറിയില്ല, പക്ഷെ നിങ്ങൾ എൻ്റെ മുന്നിൽ ഒത്തിരി പേര് കാണാനായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുമ്പം അതേ ഹാപ്പിനെസ്സോട് കൂടി നിങ്ങളെ കാണാൻ എൻ്റെ മോളുടെ ടീം, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ടീം, മൈജിയുടെ ടീം മൊത്തവും ഓപ്പോസിറ്റ് നിൽക്കുന്ന പോലെ കരുതിയിട്ട് വേണം വീഡിയോയുടെ മുന്നിൽ നിങ്ങൾ പോയി ചിരിച്ച് കളിച്ച് സംസാരിച്ച് നിൽക്കാൻ. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ കൂളായിട്ട് ഹാപ്പി ആയിട്ട് പറയുക.
എന്നിട്ട് ബിഗ് ബോസിലെ ഇൻട്രോ വീഡിയോസിലുള്ള പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻട്രോ വീഡിയോസിലുള്ള അതേ ഹാപ്പിനെസ് ഇതിനകത്ത് നിങ്ങൾ കാണിച്ചാൽ മതി. നിങ്ങളുടെ ക്യാരക്ടർ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് വ്യക്തമാക്കുക. നിങ്ങൾ എങ്ങനത്തെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് കൂൾ ആവുന്ന ആളാണോ, ആവശ്യത്തിന് മാത്രം ഇത് വരുന്ന ആളാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി എന്താ പറയുക, എങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്നുള്ളത് വളരെ വ്യക്തമാക്കുക. പിന്നെ ഇനി പറയാനുള്ളൊരു കാര്യം, 3 മിനിറ്റ് അവർ സമയം തന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ 3 കയറി ദയവ് കരുതി 3 മിനിറ്റ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. 2 മിനിറ്റ് തീർക്കാൻ വേണം നമ്മൾ നോക്കാൻ. അവിടെയാണ് നമ്മുടെ മിടുക്ക്. മനസ്സിലായോ? ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, ഞാൻ നമ്മുടെ നിഷാനത്താനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഷാനത്താടെ വീഡിയോ ഒരു 50 സെക്കൻഡാണ് ഉണ്ടായിരുന്നത്. വെറും 50 സെക്കൻഡ്, 50 സെക്കൻഡ്സ്. അപ്പം 3 മിനിറ്റ് എടുക്കാനുള്ള വീഡിയോക്ക് 50 സെക്കൻഡ് കൊണ്ട് എല്ലാ കാര്യം പുള്ളിക്കാരി പറഞ്ഞു. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് പ്ലസന്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ക്രിസ്പായിട്ട്, ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞ് 2 മിനിറ്റിന് മുകളിൽ പോവാതെ നിങ്ങൾ ട്രൈ ചെയ്യുക. പലതവണ നിങ്ങളുടെ വീട്ടിൽ വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യുക. മൈജിയിൽ പോയി കിടന്ന് നമുക്ക് ബബ്ബ അടിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, മൈജി പോയിരുന്ന് ഇതേ കോൺഫിഡൻസ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുവാണ്. ചുറ്റും ആൾക്കാർ കാണും, അവിടെ കസ്റ്റമേഴ്സ് വരുമായിരിക്കും, പിന്നെ നമ്മളെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ ചിലപ്പോൾ മേ ബി ആൾ വരാം, അവർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സമയം ഒന്നേ കിട്ടൂ, ബബ്ബ അടിക്കാൻ സമയം കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ കൂടി പ്രിപ്പയർ ചെയ്യണം. അത് പ്രസംഗം പറയും പോലെ പറയരുത്. പ്രസംഗത്തിന് വേണ്ടി എഴുതാനാണ് ഞാൻ പറഞ്ഞത്. എഴുതി ഏതെങ്കിലും ഡയലോഗ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് പഠിക്കുക. 2-3 ജൂലൈ 10 വരെ ഡേറ്റ് ഉണ്ടല്ലോ, 2-3 ദിവസം പറഞ്ഞ് പഠിക്കുക. എന്നിട്ട് മൈജിയിലെ സമാധാനത്തിൽ പോകും. അപ്പോഴത്തേക്ക് ഏതാണ്ട് എല്ലാ മൈജിയിലും പരിപാടീസൊക്കെ വരും. അപ്പം അങ്ങനെ ചെയ്യുക. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഏക ടിപ്സ്. ഇതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇത്രയും എൻ്റെ വീഡിയോ ഇപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞു തന്ന സാധനങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമോ ഇല്ലയോ, അത് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. യൂസ്ഫുൾ ആകുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് അത് കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ യൂസ്ഫുൾ ആയില്ലെങ്കിൽ, ഞാൻ ഇത്രയും പറഞ്ഞ സാധനം വേസ്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷിച്ചിട്ട്. അപ്പോൾ ഇതുപോലത്തെ ട്രിക്സിനും ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാമെ സബ്സ്ക്രൈബ് പണ്ണണോ, ബെൽ ഐക്കണും ക്ലിക്ക് പണ്ണണോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.